നമ്മുടെ സിനിമാ നടി പ്രയാഗ മാർട്ടിനെ കുറിച്ചാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയാസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പറയുന്നത് വളരെ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു. വരുന്ന സമയത്തൊക്കെ ഒരു നാടൻ വേഷങ്ങളിലൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പെട്ടെന്നൊരു ദിവസം സ്വഭാവം മാറി, വേഷവിധാനങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചു. ഒരു കിളി പോയ പോലത്തെ ഒരു സ്വഭാവമാണെന്ന് പലരും പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് പ്രയാഗ മാർട്ടിനെ കുറിച്ച് വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ, കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഓം പ്രകാശിനെ കൊച്ചിയിലുള്ള ഒരു നക്ഷത്ര ഹോട്ടലിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ താരങ്ങളും ഓം പ്രകാശിന്റെ കൂടെ ആ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയാൻ സാധിച്ചത്. കൊക്കീൻ അടക്കമുള്ള ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഓം പ്രകാശിനെ കാണാൻ എത്തിയ 20 പേരിൽ 2 സിനിമാക്കാരുണ്ടായിരുന്നു. അതിലൊന്ന് ശ്രീനാഥ് ബാസിയും 2 പ്രയാഗ മാർട്ടിനുമായിരുന്നു. ഇതാണ് കേസ്. അപ്പം പ്രയാഗ മാർട്ടിനെ അറിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾ ആരും ഉണ്ടാവില്ല. കാരണം ഒത്തിരി സിനിമകൾ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും സിനിമകൾ കുറച്ച് ചെയ്തതിന് ശേഷം നടത്തിയ ഫോട്ടോഷൂട്ടുകൾ, മോഡലിംഗിന് വേണ്ടിയിട്ട് നടത്തിയ ഫോട്ടോഷൂട്ടുകളൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിയാലും അല്ലാത്ത ഫേസ്ബുക്കിലൊക്കെ ആയാലും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മലയാളത്തിലെ ഒരു സിനിമാ നടിമാരും ചെയ്യാത്ത ആ ഒരു ധൈര്യം എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരം ഫോട്ടോസ് ആണല്ലോ ചെയ്യുന്നത്. അത് ചെയ്ത ഒരു നടിയാണ് പ്രയാഗ. അപ്പൊ സിനിമ അധികം ചെയ്യാതെ തന്നെ ഇത്തരം ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് ലൈം ലൈറ്റിൽ പിടിച്ചു നിന്ന നായികയാണ് പ്രയാഗ മാർട്ടിൻ. എന്നാൽ പ്രയാഗ മാർട്ടിനെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ വന്നതിന് പിന്നാലെ സിനിമാ മേഖലകളിൽ തന്നെ പലരും ഒരു കാര്യം പറഞ്ഞ് നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഒരു സ്വഭാവം പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. പലരും സിനിമ സെറ്റിൽ സമയത്തിൽ വരുന്നില്ല. പലർക്കും വേണ്ടിയിട്ട് സിനിമ ആ ഒരു അന്നത്തെ ദിവസത്തെ ഷൂട്ട് തന്നെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം ഈ പുതു തലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം ലഹരി ഉപയോഗ വസ്തുക്കളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യുന്ന നടിമാരുടെയോ നടന്മാരുടെയോ പേര് പറയാനോ തയ്യാറല്ല. ഒരുപക്ഷെ ഇത് വലിയൊരു ശൃംഖലയായിരിക്കാം. ഇതിനെ പേടിയുള്ളത് കൊണ്ടായിരിക്കാം പലരും അവരുടെ അഭിപ്രായം തുറന്നു പറയാത്തത്. അപ്പം ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്ന സമയത്ത് പ്രയാഗ മാർട്ടിനോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് പ്രയാഗ മാർട്ടിൻ എന്ത് ചെയ്താലും ഇവൻ അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും സൊസൈറ്റി. അപ്പൊ ആ ഒരു സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ നടി ഒരു സ്റ്റാറ്റസ് ഇട്ടത്, ഹഹ ഹഹ ഹ ഹി 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 എന്നൊക്കെ പറയുന്നത്. അതായത് വളരെ ലാഘവത്തോടു കൂടി താൻ ഇതിനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തത്, തനിക്കൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രയാഗ മാർട്ടിന്റെ അമ്മ ഇത്തരം ആരോപണങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് വന്നിരുന്നു. മകൾ അങ്ങനെ ഒന്നുമല്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല, അങ്ങനെ നടക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പാരൻസിനെ ഒന്നും അറിയിച്ചിട്ടായിരിക്കണം എന്നില്ല. ഇവരിത് ചെയ്തെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ആ പാർട്ടിക്കിടയിലെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതലും സിനിമ ഫീൽഡിൽ നിന്ന് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അതിലൂടെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ പോലീസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് സിനിമാ നടിമാർ അവിടെ വരുന്നത്, സിനിമാ നടന്മാരും ഒക്കെ അവിടെ വരുന്നത്? സ്വാഭാവികമായിട്ടും അരിഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അറിയാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ്. ഇത്തരം ലഹരി പാർട്ടികൾ, എന്തായാലും ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പാർട്ടികൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരുന്നത് എന്തിനാണെന്ന് നോർമൽ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഒന്ന് തണുത്തിരിക്കുകയായിരുന്നു. കാരണം ആകെ 1-2 നടിമാരെ, മുകേഷ്, സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ, അങ്ങനെ കുറച്ച് നടന്മാരിൽ മാത്രം ഒതുങ്ങി ചുറ്റിപ്പറ്റി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് തണുത്ത് ആറി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസും കൂടെ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ട്, സിനിമാ മേഖല ഇത്രയും അധപ്പതിച്ചു എന്നുള്ളത്. സിനിമാ മേഖല എന്നല്ല, എല്ലാ മേഖലയിലും ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാകും. സിനിമാ മേഖല മാത്രമല്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവളുടെ ഒരു പാൻറ് കണ്ടാൽ അറിയാം. ഒരുപാട് നെഗറ്റീവ്സ് വരുന്നൊരു സംഭവമാണ് പ്രയാഗ മാർട്ടിന്റെ വസ്ത്രം. അത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പോലത്തെ ഡ്രസ്സിങ് അല്ലായിരുന്നു.
അതുപോലെ തന്നെ ഇത്തരം ഇപ്പം ഏതൊരു മേഖലകളിലായാലും ഇല്ലീഗലായിട്ടുള്ള ഏതൊരു മേഖലകളും ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കറിയാം. സാധാരണ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ഈവൻ ഫിലിമിൽ അഭിനയിക്കുന്ന ഒരാളെക്കാളും ഒത്തിരി പണം അവർക്ക് ലഭിക്കും. അപ്പം ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന ആൾക്കാർ സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും വളരെ വ്യത്യസ്തരായിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. അവരുടെ സംസാര രീതിയായാലും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവരോടൊന്നൊരു ഐ കോണ്ടാക്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ അനുസരിപ്പിക്കാൻ സാധിക്കും. ഈവൻ സ്വബോധത്തോടു കൂടി നമ്മൾക്കൊരാളെ ചിലപ്പോൾ പല കാര്യങ്ങൾ ചെയ്യിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവർ പറയുന്ന അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊക്കെ ഒരു പെൺകുട്ടീനെയോ ആൺകുട്ടീനെയോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വഴി കൂടെയാണിത്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാരും യുവതലമുറ കുട്ടികളൊക്കെ അതിലേക്ക് ചെന്ന് ചാടുന്നതും ചാടിയ ആൾക്കാരെ അടുത്ത ആളെ പിടിച്ച് അതിലേക്ക് ഇടുന്നതും. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പല തിന്മകളിലേക്കുമുള്ള തുടക്കം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പല ക്രൈംസും ഇപ്പം മദ്യം തന്നെ അങ്ങനൊരു കാര്യമാണ്. മദ്യം കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് നമ്മൾ സാധാരണക്കാർ പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഞാൻ മദ്യം ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും. സാധാരണ ഒരു വ്യക്തികളെ പോലെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള ബുദ്ധി അവർക്ക് ആ സമയത്ത് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു പുതുതലമുറയെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം.